ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഗ്രഹനിലയും നക്ഷത്രഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ ശുഭദിനത്തിൻ്റെ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ കാണുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്ന് 2026 ജൂൺ 23 ചൊവ്വാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയാണ് ഇന്ന്. ഹസ്തം നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:42 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ശുഭകാര്യങ്ങൾക്കായി അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:02 മുതൽ 12:56 വരെയാണ്. എന്നാൽ വൈകുന്നേരം 3:53 മുതൽ 5:35 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക. നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ചെറിയ അസുഖങ്ങളോ അപ്രതീക്ഷിതമായ സംഭവങ്ങളോ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. തൊഴിൽപരവും വ്യക്തിപരവുമായ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങളുടെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ ചുറ്റുമുള്ള ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നത് ഓർക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കടും പച്ചയാണ്. വൈകുന്നേരം 6 മുതൽ 7 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം ശനിഗ്രഹത്തിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ നെഗറ്റീവ് ഊർജത്തെയും മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളെയും അകറ്റി നിർത്താൻ ചില പ്രത്യേക പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് കുറച്ചു സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ ക്ഷമയും നിശ്ചയദാർഢ്യവും ഇന്ന് ചുറ്റുമുള്ള ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്തും. ചന്ദ്രൻ കന്നിരാശിയിൽ തുടരുന്നതിനാൽ ദിവസത്തിൻ്റെ തുടക്കം അല്പം നിരാശാജനകമായി തോന്നാമെങ്കിലും ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു നേട്ടം കൈവരിച്ചതായി അനുഭവപ്പെടും. ദിവസം പുരോഗമിക്കുന്തോറും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും വെല്ലുവിളികളും അപ്രത്യക്ഷമാകും. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിറം കടും ചാരനിറമാണ്. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുകയും മറ്റുള്ളവരിൽ നല്ലൊരു മതിപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് 3 മുതൽ 4 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ മനസ്സിൽ കരുണയും വ്യക്തതയും വളർത്താൻ ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് അല്പനേരം വിശ്രമിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാം. ഇതൊരു ബിസിനസ് യാത്രയാകാനും സാധ്യതയുണ്ട്. കന്നി രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം പല കാര്യങ്ങളും പൂർത്തിയാക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും നിങ്ങളെ സഹായിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ അവസരം പാഴാക്കാതെ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് കരിയറിൽ മുന്നേറുക. വിഷമിക്കേണ്ട. ഈ യാത്ര തീർച്ചയായും വിജയകരമായിരിക്കും. അത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായിരിക്കുക. ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഈ വർഷം വ്യാഴം ഗ്രഹം സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനാൽ സാമ്പത്തിക പുരോഗതിക്കായി ചില പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം: മനസ്സിൻ്റെ വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, കന്നി രാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ ശാന്തവും സമാധാനപരവുമായ ഒരു ദിവസമായിരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായ മനോഭാവവും പോരാടാനുള്ള കരുത്തും നൽകുന്നത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത്
നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും കഠിനാധ്വാനത്തിൽ വിശ്വസിക്കാനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ആസ്വദിക്കാൻ. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ക്രീമാണ്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്നതിനാൽ മനസ്സിനെ ശാന്തമാക്കാനും ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കാനും ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വെക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, കന്നി രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം നിങ്ങളുടെ ഉന്നതമായ ആത്മബോധത്തെ ഉണർത്തുകയും എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ കൂടുതൽ മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിച്ചേക്കാം. മനസമാധാനം ലഭിക്കുന്നതിനായി ഇന്ന് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് നല്ല കർമ്മഫലം നൽകും. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അല്പം വിശ്രമം എടുത്ത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം കാര്യങ്ങൾ ഉടൻ തന്നെ ശരിയാകുമെന്നും എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറുമെന്നും വിശ്വസിക്കുക. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. അതിനാൽ നിങ്ങളുടെ ദിവസത്തെ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുക. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായിരിക്കാം. അതിനാൽ സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും വേണ്ടി ഒരു രക്ഷാകവചമോ രത്നമോ ഉപയോഗിക്കുക. പരിഹാരം: ഇന്നൊരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിലെ ചെറിയ അസ്വസ്ഥതകൾ നിങ്ങളെ ബാധിച്ചേക്കാം. അതിനാൽ മനസ്സ് ശാന്തമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾക്ക് അല്പം അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ചെറിയ പ്രശ്നങ്ങൾ ഭാവിയിലെ വലിയ പുരോഗതിക്കുള്ള അവസരങ്ങളായി മാറും. ജീവിതത്തിലെ വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാനും ഞങ്ങളുടെ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നു. ഇന്ന് മരതക പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് വൈകുന്നേരം 6 മണി 15 മിനിറ്റ് മുതൽ 7 മണി 30 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിഗ്രഹത്തിന്റെ സ്വാധീനം മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ ഉപയോഗിക്കുക. ഇന്നത്തെ പ്രത്യേക പരിഹാരം: പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം പരീക്ഷിച്ചു നോക്കൂ. അത് നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകും. പ്രിയ തുലാം രാശിക്കാരെ, കന്നിരാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ജീവിതം ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റിയ ഏറ്റവും മികച്ച സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ തുടർച്ചയായി ചെയ്തുവരുന്ന കഠിനാധ്വാനത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കാനും പുതിയ ഉന്മേഷം കണ്ടെത്താനും ഇത് അവസരമൊരുക്കുന്നു. സുഹൃത്തുക്കളോടൊപ്പം ഒരു കോഫി കുടിക്കാൻ പുറത്തുപോകുന്നതോ അല്ലെങ്കിൽ മാളുകളിൽ ചുറ്റിക്കറങ്ങുന്നതോ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ അത് വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിൽ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും പഠനശേഷിയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താനും ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ശനിയുടെ തീവ്രമായ ഊർജത്തെ നിയന്ത്രിക്കാൻ ഒരു ശുഭകരമായ വസ്തു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു രത്നം ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: ദിവസവും വ്യായാമം ചെയ്യുക. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, നിങ്ങൾ ഇന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കന്നിരാശിയിലെ ചന്ദ്രൻ്റെ സ്ഥാനം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പദ്ധതികളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നാണ്. നിങ്ങളുടെ സമയക്രമം തകിടം മറിയാനോ അല്ലെങ്കിൽ പ്ലാനുകൾ പൂർണ്ണമായും മാറ്റി എഴുതാനോ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏത് മാറ്റങ്ങളെയും സ്വീകരിക്കുക. ഒടുവിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിരിക്കും എന്ന് വിശ്വസിക്കുക. ഇന്ന് സംഭവിക്കുന്ന ചെറിയ അപ്രതീക്ഷിത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. മികച്ച ആരോഗ്യവും ഉന്മേഷവും ലഭിക്കാൻ ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കാരണം അതാണ് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം
ഇന്ന് ഉച്ചയ്ക്ക് 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷം ശനിഗ്രഹം ജീവിതത്തിലെ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. അതിനാൽ ചില പരിഹാരങ്ങൾ പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. പരിഹാരം: ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുക. നമസ്കാരം ധനുരാശിക്കാരെ. കന്നിരാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം കാരണം ഇന്ന് നിങ്ങൾ വളരെ തിരക്കിലായിരിക്കുകയും അല്പം ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തേക്കാം. ഈ മാറ്റത്തിന്റെ സമയം നിങ്ങളെ അല്പം അസ്വസ്ഥനാക്കിയേക്കാം. എന്നിരുന്നാലും ഈ സാഹചര്യത്തിന്റെ നല്ല വശം എന്തെന്നാൽ ഇത് നിങ്ങളുടെ മുന്നിൽ പുതിയ അവസരങ്ങൾ തുറന്നുതരും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കും. ഇന്ന് ഏത് വെല്ലുവിളി നേരിടേണ്ടി വന്നാലും അത് എത്ര കഠിനമാണെങ്കിലും ധൈര്യത്തോടെ സ്വീകരിക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് വെള്ളനിറം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം വ്യാഴം ഗ്രഹം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പുതിയ അവസരങ്ങളെ ആകർഷിക്കാൻ ഒരു ശുഭചിഹ്നമോ രത്നമോ ഉപയോഗിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്ന പ്രതിവിധി: ഇന്ന് നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിലേക്ക് മാറുന്നതിനാൽ ഇന്ന് മനസ്സ് ശാന്തമായും പ്രസന്നമായും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തടസ്സങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നതുപോലെ ഇന്നത്തെ പ്രശ്നങ്ങൾ നാളെയുടെ അവസരങ്ങളായി മാറിയേക്കാം. അതിനാൽ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. ഇന്ന് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും. രാഹുവിന്റെ സ്വാധീനം ശക്തമായതിനാൽ മനസ്സിന് വ്യക്തതയും സ്ഥിരതയും ലഭിക്കാൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൂടെ കരുതുന്നത് നല്ലതാണ്. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഇന്ന് ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, കന്നിരാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം കാരണം നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് ഇത്തരം പകൽക്കിനാവുകളെ ഭയപ്പെടേണ്ടതില്ലെന്നും പകരം ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ദിവസം മുഴുവൻ പരിശ്രമിക്കണമെന്നുമാണ്. വെറുതെ സങ്കൽപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. ഈ രീതി ഫലപ്രദമായാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെയുള്ള സമയമാണ് നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. കൂടാതെ ഇന്ന് പാസ്റ്റൽ ഷേഡിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹം ശക്തമായതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു ശുഭകരമായ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, കന്നിരാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് ഇന്ന് അല്പം അരക്ഷിതാവസ്ഥയും വൈകാരികമായ അസ്വസ്ഥതയും അനുഭവപ്പെടാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ നയതന്ത്രപരമായ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നാണ്. നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാത്ത ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടേക്കാം. എങ്കിലും അതിൽ നിന്ന് പുറത്തുകടക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. സഹപ്രവർത്തകരുമായുള്ള ബന്ധം വഷളാകാതെ നോക്കാൻ വ്യക്തവും വിവേകപൂർണവുമായ സംസാരം ശീലിക്കുക. ഇളം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും. ഇന്ന് വൈകുന്നേരം 4:45 മുതൽ 5:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായിരിക്കും. ഈ വർഷം ശനിയുടെ ശക്തമായ ഊർജത്തെ ശരിയായി ഉപയോഗിക്കാൻ ധ്യാനമോ മറ്റ് പരിഹാരങ്ങളോ സ്വീകരിക്കുക. പരിഹാരം: ഇന്ന് വീട്ടിൽ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.